ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന UPSC എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രതീക്ഷിത കട്ട് ഓഫ് എത്രയാണെന്നുള്ളതിനെ കുറിച്ചും അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കട്ട് ഓഫ് ഉയരാനുള്ള കാരണങ്ങൾ എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന ഞാൻ ഉന്നയിച്ചത് എന്നതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഒരു 3 കാരണങ്ങൾ കൂടി ഞാൻ നിരത്തുന്നുണ്ട്. അപ്പോൾ അത് മൊത്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് LDCക്ക് വേണ്ടിയിട്ട് ഒരു 75 ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും അതിൻ്റെ അകത്തേക്ക് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്ത് വിത്ത് നോട്ട് ഉൾപ്പെടെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിപ്പ് PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലും ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ നമ്മുടെ ആ ഒരു UPSC എക്സാം എന്താണ് അതിൻ്റെ റീസൺ, 3 കാരണങ്ങൾ അതിൻ്റെ കട്ട് ഓഫ് കൂടാനുണ്ടായത് എന്നതിനെക്കുറിച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു ആ റീസൺ എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. അതായത് എക്സാമിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത്, അതായത് നമ്മുടെ ഒരു ഡ്രീം ആയിട്ട് ഈ UPSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഒരു ആവറേജ്, അത് ഭയങ്കര ടഫും അല്ല, എന്നാൽ എന്താണ് ഭയങ്കര സിമ്പിളും അല്ലാത്ത ഒരു ആവറേജ്, നന്നായിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു എക്സാം ആയിരുന്നു ശരിക്കും എന്തെന്ന് പറയുന്നത് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു എന്താണ് സിമ്പിളായിട്ടും വന്നില്ല, അതേപോലെ തന്നെ എന്താണ് ഭയങ്കര ഹാർഡായിട്ടും വന്നില്ല, മീഡിയം ലെവലിൽ നിന്ന് പെർഫോം ചെയ്യും. അതായത് ഒരു ആവറേജ് എക്സാം എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ നമ്മൾ എന്താണ് കട്ട് ഓഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലും തോറും എല്ലാ പ്രാവശ്യത്തേക്കാളും ഒരു 7 മാർക്ക് അല്ലെങ്കിൽ ഒരു 8 മാർക്ക് 9 മാർക്ക് വെച്ച് കൂടിയാണ് എല്ലാ പ്രാവശ്യവും കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് പറയുന്നത്. രണ്ടാമത്തത് നമ്പർ ഓഫ് വേക്കൻസി, നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, അതേപോലെ തന്നെ നിലവിലത്തെ അഡ്വൈസ് പോയേക്കുന്നതും, അതേപോലെ തന്നെ എന്താണ് നിലവിലെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, നിലവിൽ ഈ ഒരു എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് നമ്മൾ ചോദിച്ചതും, അതേപോലെ തന്നെ എന്താണ് കുറേ ആളുകളുടെ അടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോൾ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം 1.5K ആളുകൾ എന്താണ് പോൾ ചെയ്തതിൻ്റെ പേരിലും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫിനെ കുറിച്ചും അല്ലെങ്കിൽ ഇത് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തായിരുന്നു UPSC എക്സാമിന്റെ കട്ട് ഓഫ് എന്നുള്ളത് നമുക്കറിയാം. 707/2023 എക്സാമിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. എക്സാമിൽ ഏറ്റവും കൂടുതൽ ടഫ് എന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് ആയിരുന്നു. ശരിക്കും കോർ സബ്ജക്റ്റ് എന്ന് നമ്മൾ ബാക്കിയുള്ള എക്സാമുകളിലൊക്കെ പറയുന്ന ഇത് തന്നെയായിരുന്നു ഇവിടെയും ഏറ്റവും വലിയ വില്ലനായിട്ട് വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വട്ടം ചുറ്റിച്ചത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളമായിരുന്നു. ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, മലയാളം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന എന്താണ് ഗ്രാമർ പോർഷൻസ് കൂടി നോക്കി അതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി എന്താ ചെയ്യുക, സെറ്റായിട്ട് തന്നെ പഠിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ നോൺ ഗ്രാമറും നമ്മൾ ഈ പറയുന്ന തമാശകളും അതേപോലെ തന്നെ റീൽസുകളും മാത്രമല്ല എന്ത് പറയുന്നത് ഈ പറയുന്ന ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ലതൊക്കെയാണ്, അത് അന്നേരം കാണുമ്പോൾ മാത്രമാണ് അതിനൊക്കെ എന്തുള്ളൂ ഭംഗിയുള്ളൂ. അത് കഴിഞ്ഞാൽ എന്താണ് തികച്ചും അതൊക്കെ നമ്മളെ എന്താണ് ആ ഒരു സമയത്തേക്ക് വേണ്ടി എന്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപകരിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്നലത്തെ എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ സൈക്കോളജി 20 മാർക്കാണ്. അതായത് നമുക്ക് ഈ ഒരു കാറ്റഗറിയെ നമുക്ക് ടൈപ്പ് 1, ടൈപ്പ് 2 അതേപോലെ തന്നെ അങ്ങനെ ഒരു ലെവലിൽ നമുക്ക് ഉദ്യോഗാർത്ഥികളെ നോക്കാം. അതായത് ചില ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അവര് ഈ ഒരു UPSC എക്സാമിന് വേണ്ടി അത് തീവ്രമായിട്ട് ആഗ്രഹിച്ച് നാളുകളോളം അതിൻ്റെ പുറകിൽ നടന്ന് പണിയെടുത്ത ആളുകളുണ്ട്. അവരാണ് ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത്. ടൈപ്പ് 2 എന്ന് പറയുന്നത് അവർക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ എന്താണ് LP നോക്കാം, അല്ലെങ്കിൽ HST നോക്കാം, LDC ഉണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷെ ഈ ഫസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ടൈപ്പ് 1 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവർക്ക് ഈ ഒരു ചാൻസ് ഉള്ളൂ, ലാസ്റ്റ് ചാൻസ് ആണ്, ഇനി ഒരു എക്സാം ഇല്ല. ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട് അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. അവർക്ക് സൈക്കോളജിയിൽ 17 മുതൽ 18 മാർക്ക് വരെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്.
ടൈപ്പ് 2-ലാണെങ്കിലോ 13/14. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് സൈക്കോളജി എടുത്തു വയ്ക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൻ്റെ അകത്ത് ഡിലീഷൻ വരുന്നുണ്ട് മിക്കവാറും. മലയാളമാണെങ്കിൽ 10 മാർക്കിൽ 6/8 നിലവിലെ ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത്. അതായത് നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി, അത്രയ്ക്ക് ഡീപ്പിലേക്ക് ഇറങ്ങി നിന്ന് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കാണ് ഈ പറയുന്ന മാർക്കിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ. കാരണം അത്രത്തോളം ടഫായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ശരിക്കും മലയാളം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്, 5, 6 അല്ലെങ്കിൽ 7-8 മാർക്ക്. മാത്സിനാണെങ്കിൽ 12-14 മാർക്ക്, അതിനപ്പുറത്തേക്കൊന്നും പോവത്തില്ല. പിന്നെ അത് നമ്മുടെ രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 9-10, സയൻസ് ആണെങ്കിൽ 26, അതിൻ്റെ 21-23, ഹിസ്റ്ററി ജോഗ്രഫി ആണെങ്കിൽ 16-17, 12-14. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, ഈ ഫസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി നന്നായിട്ട് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അനലൈസ് ചെയ്ത് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 75 മുകളിലേക്കുള്ള സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. 75ലേക്കുള്ള സ്കോറിലേക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം മാർക്ക് നമ്മൾ ഒരു ആവറേജ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇതിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഒരു 55-60 മാർക്കിലേക്ക്, അല്ലെങ്കിൽ ഒരു 62-63 മാർക്കിലേക്ക് എത്താനായിട്ട്, 55+65ലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെ 2 കാറ്റഗറിപ്പെട്ട ആളുകളായിരുന്നു മെയിൻ ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി കോമ്പറ്റീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉദ്യോഗാർത്ഥി എന്ന് പറയുന്നത് ഇവരുടെ ലാസ്റ്റ് ചാൻസും അതേപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി മാത്രമായിട്ടിരിക്കുന്ന ആളുകളാണ് ഇവര്. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ പറയുന്ന ലെവലിലേക്ക് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കും ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും അല്ലാത്തൊരു കാറ്റഗറി ഉണ്ട്, അതായത് അപ്ലൈ ചെയ്തു പക്ഷെ എന്താണ്, എന്തായാലും കൺഫർമേഷനും കൊടുത്തു, എന്നാ പോയി എഴുതിയേക്കാം. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ഉദ്യോഗാർത്ഥികളെ ഏകദേശം ഒരു 40, അതേപോലെ തന്നെ 45 അങ്ങനെ ഒരു ലെവലിൽ അവർക്കും നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ വച്ചും ഇതും രണ്ടും കൂടി നോക്കുമ്പോൾ നിലവിലൊരു കട്ട് ഓഫ് എന്ന് പറയാവുന്നത് ഏതാന്നുള്ളത് ഞാൻ പറയാം. ഇനി രണ്ടാമത്തെ നമ്മുടെ കാര്യം എന്ന് പറയുന്നത് വിവിധ ജില്ലകളിലെ കട്ട് ഓഫ് മാർക്ക് 2020-ലെയും 2018-ലെയും നമ്മൾ വച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം 61 മാർക്കാണ് 2020, 53 ആയിരുന്നു UPST 2018 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാറ്റഗറൈസ് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഓരോ വർഷവും ചെല്ലും തോറും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലേക്ക് പോകും തോറും അവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓരോ വർഷവും കൂടിയാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് ഓരോ വർഷത്തേക്കാളും, ഇപ്പൊ നമ്മൾ നിലവിൽ കഴിഞ്ഞ ഒരു വർഷത്തെ അതേപോലെ തന്നെ എന്താണ് 2019 ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലും തോറും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആപ്ലിക്കൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് അവിടെ എന്താവും, കോമ്പറ്റീഷൻ ലെവൽ കൂടും. കോമ്പറ്റീഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് വരും, കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കുറച്ചും കൂടെ കൂടി കട്ട് ഓഫ് വന്നുകൊണ്ടിരിക്കും. കട്ട് ഓഫ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് കുറവായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അത് യാഥാർത്ഥ്യമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം ആപ്ലിക്കൻസ് കോമ്പറ്റീഷൻ ലെവലിൽ എപ്പോഴും എന്ത് ചെയ്യാണ്, ആപ്ലിക്കൻസ് ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും, കട്ട് ഓഫ് ഇൻക്രീസ് ചെയ്യാണ്. അതേപോലെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓരോ വർഷവും ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 62 കട്ട് ഓഫ് ആയിരുന്നു എന്തിൻ്റെ എന്ന് പറയുന്നത്, മലപ്പുറത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 62. എവിടെയാണ് മലപ്പുറത്തിന്റെ 62 കട്ട് ഓഫ് വന്നത്. അത് എന്താണ്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വരുമ്പോഴേക്കും എന്തായാലും കട്ട് ഓഫ് എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുകയല്ലാതെ ഒരിക്കലും കുറയത്തില്ല. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം കുറച്ച് കുറച്ചും കൂടി എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്താണ്, കഴിഞ്ഞ പ്രാവശ്യത്തേക്കായും ഞാൻ നിലവിൽ UPSCക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഓരോ ജില്ലകളിലും എങ്ങനെയാണ് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ നിലവിലത്തെ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ്, ഓരോ ജില്ലകളിലെയും ആപ്ലിക്കൻസ് എത്ര വീതമാണ്, ഏകദേശം കഴിഞ്ഞ വർഷത്തെക്കാളും 5000-ഓളം ആളുകൾ എന്താണ് ഈ പ്രാവശ്യവും കൂടുതലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് കൂടുകയും അതേപോലെ തന്നെ എന്താണ് റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് കുറയുകയും ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം. അത് ഓരോ പ്രാവശ്യവും അത് കൂടുകയല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കുറയത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇത് എൻ്റെ മാത്രം തികച്ചും അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് എന്തായാലും മലപ്പുറത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലത്തെ നമുക്ക് ടോട്ടൽ അഡ്വൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
2024. ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് 10/6/2024 ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 10/6/2024. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 372 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുന്തോറും കോമ്പറ്റീഷൻ ലെവൽ കൂടുന്നു. അതേപോലെ തന്നെ എന്താണ്, ഏകദേശം 1000-ഓളം ആളുകളാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 372 പേര് അഡ്വൈസിൽ വന്നിട്ടുണ്ട്. അത് എവിടത്തെയാണ്? അത് നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയേക്കുന്നത്. ഇനി നമുക്ക് കോഴിക്കോട് എടുത്ത് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ഏറ്റവും എന്താണ് രണ്ടാമതൊക്കെ ആയിട്ട് വരും. കാരണം ടോട്ടൽ അഡ്വൈസ് വന്നേക്കണം 302 അഡ്വൈസ് ആണ് നിലവിൽ പോയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്താണ് 6/6/2024 ലാസ്റ്റ് അഡ്വൈസ് പോയേക്കണത്. ഇനി നമ്മൾ അങ്ങനെ ഓരോ ജില്ലകളിലെയും എടുത്തു പോവുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിത് എറണാകുളം എടുത്തു. എറണാകുളത്ത് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 139 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 12/4/2024. അതേപോലെ തന്നെ തൃശ്ശൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ 194 അഡ്വൈസ് ആണ്. അതേപോലെ ഇടുക്കി ആണെങ്കിൽ നമുക്ക് അഡ്വൈസ് പോയിരിക്കുന്നത്, ഇടുക്കിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയിൽ അഡ്വൈസ് ഏറ്റവും കുറവാണ്. ഇടുക്കിയിലും അതേപോലെ തന്നെ വയനാടും. നമുക്ക് വയനാടാണെങ്കിൽ 63 അഡ്വൈസ് പോയേക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് അടുത്തത് വന്നിരിക്കുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ 127 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ നമുക്ക് ഓരോ ജില്ലകളിലെയും അഡ്വൈസും അവിടെ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റും എടുത്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഓരോ വർഷത്തെയും നമ്മൾ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ഓരോ വർഷം ചെല്ലുന്തോറും കുറയുന്നു. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഡേ ബൈ ഡേ, അതായത് ഓരോ വർഷവും കൂടുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ എന്താണ് നിലവില് കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യത്തേക്കായും ചെല്ലുന്തോറും എപ്പോഴും എന്താണ് ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് കൂടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും അതേപോലെ തന്നെ ഈ വർഷത്തെ കട്ട് ഓഫും ഒക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കോട്ടയം എന്ന് പറയുന്നത് 55 to 60 ആയിരിക്കാം കട്ട് ഓഫ് വരുന്നത്. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ്. നമ്മളെ ഒരിക്കലും എന്താണ് അത് തന്നെ എന്ന് പറയുന്നതല്ല, എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് ഈ 55 to 60. പത്തനംതിട്ടയുണ്ട്, ഇടുക്കി, വയനാട്, കോട്ടയം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ഈ പറയുന്ന നമ്മൾ അഡ്വൈസ് നമ്മൾ എടുത്ത് നോക്കുന്നു. അതേപോലെ തന്നെ അവിടുത്തെ നിലവിലത്തെ കോമ്പറ്റീഷൻ ലെവല്, അതേപോലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്, ഈ പ്രാവശ്യത്തെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികളെ നമ്മൾ നമുക്ക് വേണ്ടി പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും എന്താണ് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ജില്ലകളിലും നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ അവിടെ വന്നിട്ടുണ്ട്. പല 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 സെന്ററുകളിൽ അതേപോലെ വീട്ടിലിരുന്ന് ലൈബ്രറീസിലൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് ഇതിനു വേണ്ടി പഠിച്ച ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്, അവർക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കോട്ടയം 55 to 60 ആവാം എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്. ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് 65 to 70 വരെയും കട്ട് ഓഫ് വരാം. അതായത് 66, 67, 68, 69, 70. 65 to 70 മാർക്ക് ഷുവർ ഷോട്ട് ആണ് ഉറപ്പായിട്ടും. കാരണം 91 മാർക്ക് വരെയും UPSCക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പറയാൻ പറ്റത്തില്ല ഏത് ലെവലിലേക്കാണ് ആ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ലെവലിലേക്ക് ആ ഒരു മാറിയിരിക്കുകയാണ്. ആലപ്പുഴയിലാണെങ്കിൽ നമുക്ക് ഇതിന്റെ എല്ലാം ഇടയിൽ നിൽക്കുന്നതാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. 62 to 63 ആ ഒരു ലെവലിലേക്ക് വരാം. ഇനി നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കൊന്നും വേണ്ട. കാരണം UPSC കിട്ടിയില്ല അല്ലെങ്കിൽ UPSCക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത തന്നെ ഒരു എക്സാം വരുന്നുണ്ട്, LPST. അപ്പോൾ അതില് ഏകദേശം സ്കെയിലൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാത്ത ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അതിലേക്ക് വേണ്ടിയിട്ട് ഏകദേശം സെയിം സ്കെയിൽ തന്നെയാണ് വരുന്നത്. LPSTക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ത് ചെയ്യുക, ഒന്നും ഒരിക്കലും എന്തല്ല നമുക്ക് ശാശ്വതമല്ല. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നല്ല മാർക്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ അകത്ത് ഇപ്പൊ നിലവില് നമ്മൾ നോക്കിയിരിക്കുന്നത് എന്താണ്, UPSC ആണ്. UPSCയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ നിങ്ങൾക്ക് LPSCയുടെ എക്സാം വരുന്നുണ്ട്. അതേപോലെ തന്നെ അപ്കമിങ് എക്സാം എന്ന് പറയുന്നത് ഇനി ടീച്ചർ തന്നെയാണ് നിങ്ങൾക്ക് പറ്റത്തുള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും HST വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് എന്താണ്, റീസെന്റ് നിങ്ങൾക്ക് അപ്കമിങ് ആയിട്ടുള്ള എക്സാം ആണ് LDC 2024. അപ്പോൾ LDC 2024 വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ
നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ കൂടെ തന്നെ ഇനി അപ്കമിങ് ആയിട്ട് നമ്മൾ ഒരു SCRTയുടെ ഒരു സീരീസ് റിവിഷൻ കൂടി വരും. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ട്, എങ്ങനെയാണോ നിങ്ങളൊരു പെയ്ഡ് കോഴ്സിൽ നിങ്ങളിരുന്ന് പഠിക്കുന്നത് അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലും ടെലഗ്രാം ചാനലും മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും ഒരു കാര്യം, അതായത് ഇത് എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ളതും നമ്മൾ ഇത്രയും ദിവസം ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തും അതേപോലെ തന്നെ ഒത്തിരി അധ്യാപകരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചർച്ച ചെയ്തതിൽ പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്നതും അതേപോലെ തന്നെ എന്താണ് ഇത്രയും 3 കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫ് ഉയരും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അതുകൂടി നമുക്ക് പരിഗണിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ മക്കളെ. അപ്പം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലിയ കേമന്മാരെന്നുള്ളത്. അത് എന്ന് മനസ്സിലാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ വന്ന് അത് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കേമനാണോ കേമിയാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും അതിനുവേണ്ടി നന്നായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക. ഓരോ തെറ്റുകളും പിന്നീട് ഒരിക്കലും വരുത്താതിരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. കാരണം എന്ത് ചെയ്യുക, ആ തെറ്റുകളൊക്കെ എന്താന്നുള്ളത് നമ്മുടെ പോരായ്മകളും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പഠിച്ചു പോവുക. അത് നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. ഈ ഒരു എക്സാം അനലൈസിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും എന്താണ് കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ഒരു ധാരണയില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടി ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇനിയും അംഗമാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഒന്ന് പിൻ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.